രണ്ടുപേരും പിടിച്ചിട്ട് വേണം എഴുന്നേക്കാൻ. കൈ പിടിച്ച് ഇവരെല്ലാരും കൂടെ ഞങ്ങൾ 3 പേരെ എടുത്തെന്ന് പറഞ്ഞു കണക്കാ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണേലും കൊണ്ടുവന്നത്. എനിക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. കാലുമുട്ടിന് വേദന ആയിട്ട് ഒരുപാട് വർഷങ്ങളായി ഞാനിങ്ങനെ എന്തിയും ഞൊണ്ടി നടന്നുകൊണ്ടിരുന്നതാ. അങ്ങനെ ഒട്ടും നടക്കത്തില്ലാതെയാണ് ഇവിടെ വന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അനുഭവം കൊണ്ടാണ് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടത്. ആളുകളോട് എല്ലാവരോടും ഇവിടെ വരാനാ പറയാനുള്ളത്. കാലിന് ഒക്കെ ഒരു അയവ് വന്നു, എന്താ വെട്ടലൊക്കെ ഒന്ന് കുറഞ്ഞ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഒന്ന് നടക്കാൻ പറ്റുന്നുണ്ട്. പതുക്കെ പതുക്കെ ആണെങ്കിൽ ഇച്ചിരി വേഗമൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വരുമ്പോഴെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിക്ക് ഇത് ചേച്ചി പറഞ്ഞോണ്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മിനിങ്ങാന്നാണ് ഇങ്ങനെ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും പെട്ടെന്ന് ഈ കാലിന് ഇങ്ങനെ പ്രശ്നം വന്നു. പിന്നെ അവിടുന്ന് ബെഡ്റൂമിലോട്ട് എങ്ങോട്ടും മാറാൻ പറ്റുന്ന ഒരു കസേര ഇട്ട് അങ്ങനെ തന്നെ ഇരിപ്പായിരുന്നു. പിന്നെ ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു. ഞങ്ങളൊക്കെ കൂടെ ചെന്ന് ഒരു തരത്തിൽ ഞങ്ങൾ കട്ടിലേ കൊണ്ടേയിരുത്തി. അങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ കണ്ടിട്ട് നമ്മൾ വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ 3 പേര് ഹെൽപ്പ് ചെയ്ത് കയ്യെ പിടിച്ച് എടുത്തെന്ന് പറഞ്ഞു കണക്ക് നമ്മൾ കാറെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ചികിത്സ ചെയ്ത് ഇപ്പൊ ഇവിടെ ഓടി നടക്കുന്നു എന്ന് പറഞ്ഞു കണക്ക് ഇത് നടക്കുന്നു. അത് തന്നെ വലിയൊരു സന്തോഷമല്ലേ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് അനുഭവം കൊണ്ടാണ് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് അനുഭവം കൊണ്ട് പറയുന്ന ഓപ്പറേഷൻ വേണ്ട, സർജറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ്. ആളുകളോട് എല്ലാവരോടും ഇവിടെ വരാനാ പറയാനുള്ളത്. ഞാൻ അത്ര വർഷം എല്ലാവർക്കും അറിയാവുന്ന അവിടെയുള്ളവർക്കൊക്കെ ഞാൻ ഈ ഞൊണ്ടി നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവരെത്രയോ പേര് ഇവിടെ എത്രയും വേഗം വന്ന് ചികിത്സിക്കാൻ വരിക. എനിക്കതാ പറയാനുള്ളത്. രണ്ടുപേരും പിടിച്ചിട്ട് വേണം എഴുന്നേക്കാൻ. ഇത് ഒരുപാട് നല്ലതാണ്. ഇതാരും അറിയപ്പെടാതെ കിടക്കുക. ഇതെന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല. അവിടെ ഉള്ളവർക്കൊന്നും അറിയത്തില്ല. നമ്മൾ ഈ യൂട്യൂബിൽ കണ്ടത്. എന്നിട്ട് നമുക്ക് ഡൗട്ടായിരുന്നു കേട്ടോ, ഇത് സക്സസ് ആകുമോ, ഇതെന്താന്നുള്ളതിനെ പറ്റി. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ പോന്നപ്പോഴൊക്കെ ആങ്ങളമാരൊക്കെ ആണേലും പറഞ്ഞു പോവണ്ട, ഇത് ഓപ്പറേഷൻ തന്നെ നമുക്ക് ചെയ്യാം, ബേബിയിലോ അല്ലെങ്കിൽ മിസ്സിലോ പോയി ചെയ്യാൻ തന്നെയായിരുന്നു പറഞ്ഞേ. അപ്പൊ പിന്നെ ചേച്ചിയുടെ റിസ്കിൽ ഇങ്ങനെ ഇത് കണ്ടിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോന്നതാ. ഇവിടെ വന്നിട്ടും ഇവക്കൊരു ഇതായിരുന്നു, ഇത് ശരിയാവോ എന്നൊരു തേങ്ങലായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഏതൊക്കെയാലും വന്നതല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് നമ്മളിപ്പോ ചെയ്തപ്പം ഞങ്ങളെല്ലാം നേരിൽ കണ്ട അനുഭവമായി പോയല്ലോ. ഞങ്ങൾക്കെല്ലാം നല്ല വിശ്വാസമായി. ഇവിടെയുള്ള ഡോക്ടറെ ഇഷ്ടമായി, എല്ലാരെയും ഇഷ്ടമായി. ഭയങ്കര നല്ല നല്ല മക്കള്.